തിരക്കഥയുമായി ആദ്യം പോയത് ജോഷിക്കരികിൽ. നിമിത്തമായത് മമ്മൂട്ടിയുടെ വാക്ക്. ബസൂക്ക ലോഡിംഗ്. മലയാളത്തിലെ ആദ്യത്തെ മൈൻഡ് ഗെയിം ത്രില്ലർ സിനിമയായ ബസൂക്കയുടെ പിന്നാമ്പുറ കഥകൾ. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ബസൂക്ക തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ ഒരു നടന്റെ ചിത്രം റിലീസ് ചെയ്യുന്നത് ഒരു മഹാത്ഭുതമാണോ എന്ന് തോന്നാം. എന്നാൽ തന്റെ ഓരോ സിനിമയും ആദ്യ സിനിമ പോലെ കാണുന്ന നടനാണ് മമ്മൂട്ടി. ഇന്നും ഷൂട്ട് ടൈമിൽ ഡയറക്ടർ കട്ട് പറഞ്ഞാൽ ആ നിമിഷം ഓടിവന്ന് ഒരു നവാഗതന്റെ ആകാംക്ഷയോടെ മോണിറ്ററിൽ നോക്കുന്ന മമ്മൂട്ടിയെ കാണാം. അത്രയ്ക്ക് പാഷനാണ് സിനിമയോട് ആ മനുഷ്യന്. കാതൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ സമൂഹ മാധ്യമങ്ങൾക്കായി അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നത് സിനിമയാണ്. സിനിമയില്ലാതെ വന്നാൽ എൻ്റെ ശ്വാസം നിലച്ചു. ഇത്രമാത്രം പ്രതിബദ്ധതയോടെ സിനിമയെ കാണാൻ മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്ക് ആദ്യ അവസരം നൽകിയ നടനാണ് മമ്മൂട്ടി. ഏകദേശം 50-ലേറെ പേർ മമ്മൂട്ടിയുടെ ഡേറ്റിന്റെ മാത്രം പിൻബലത്തിൽ അവരുടെ ആദ്യ സിനിമയൊരുക്കി. ആ ഗണത്തിൽ ലോഹിതദാസ്, ലാൽ ജോസ്, ബ്ലസ്സി, വൈശാഖ്, അജയ് വാസുദേവ് തുടങ്ങി നിരവധി പേരുണ്ട്. പല താരങ്ങളും പുതിയ ഒരാൾക്ക് അവസരം നൽകുക വഴി റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഇവിടെയാണ് മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് നൽകിയ സവിശേഷമായ സംഭാവനകളുടെ ആഴം വെളിപ്പെടുന്നത്. പ്രമുഖ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസും മമ്മൂട്ടിയും ഒരു കാലത്ത് ഹിറ്റ് കോംബോയായിരുന്നു. എന്നാൽ കാലപ്രവാഹത്തിൽ പുതിയ തിരക്കഥാകൃത്തുകൾ വന്നപ്പോൾ മമ്മൂട്ടി ഡെന്നീസ് കൂട്ടുകെട്ടിന്റെ സ്ഥാനത്ത് മറ്റ് ചില കോമ്പിനേഷൻസുകൾ വന്നു. വർഷങ്ങളോളം ഇരുവരും ഒരുമിച്ചുള്ള പടങ്ങൾ സംഭവിച്ചില്ല. കലൂർ മറ്റ് താരങ്ങൾക്കൊപ്പം നീങ്ങി. പ്രായാധിക്യത്താൽ ദീർഘകാലമായി കലൂർ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ബികോം ബിരുദ പഠനം കഴിഞ്ഞു നിൽക്കുന്ന മകൻ ഡീനോ ഡെന്നീസ് താൻ ഒരു തിരക്കഥ എഴുതിയ വിവരം പിതാവിനോട് പറയുന്നത്. കഥ കേട്ട ഡെന്നീസിന് വളരെ ഇഷ്ടമായി. ഹോളിവുഡ് സിനിമകളിലൂടെ പരിചിതമായ മൈൻഡ് ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെട്ട തിരക്കഥയായിരുന്നു അത്. ഡീനോയ്ക്ക് പുതുകാല ലോക സിനിമയുമായുള്ള അടുത്ത പരിചയം അറിയാവുന്ന കലൂർ ഡെന്നീസ് അത് അസാധാരണമായി ഒന്നും തോന്നിയില്ല. ആ സമയത്ത് സംവിധായകനാവുക എന്ന ചിന്തയെ ഡിനോയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. തിരക്കഥാകൃത്താവുക എന്നതായിരുന്നു ലക്ഷ്യം. ലബ്ധപ്രതിഷ്ഠരായ ഏതെങ്കിലും സംവിധായകരെ കൊണ്ട് അത് ചെയ്യിക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചിരുന്ന ഡീനോയോട് കലൂർ ഡെന്നീസ് ജോഷിയെ പോയി കാണാൻ ആവശ്യപ്പെട്ടു. കലൂർ ഏറ്റവും അധികം സിനിമകൾ ചെയ്തിട്ടുള്ളത് ജോഷിക്കൊപ്പമായിരുന്നു. തിരക്കഥ വായിച്ചു കേട്ട ജോഷിക്ക് സംഗതി ഇഷ്ടപ്പെട്ടെങ്കിലും ഇത് ഡീനോ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതോടെ ഇനി സംവിധായകരെ കാണുന്നതിന് പകരം നായക നടനോട് കഥ പറയാമെന്ന് തീരുമാനിച്ചു. പടത്തിൽ ആര് നായകനായാൽ നന്നാവുമെന്ന് കലൂർ ഡെന്നീസ് തിരക്കി. മമ്മൂട്ടിയുടെ പേരാണ് ഡീനോ പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടിയെ പോലെ വലിയ തിരക്കുള്ള ഒരു താരം മുൻപരിചയമില്ലാത്ത ഒരാളെ മുഖവിലക്കെടുക്കുമോ എന്ന് ഡെന്നീസിന് സംശയം തോന്നി. എന്തായാലും ഡെന്നീസ് മമ്മൂട്ടിയോട് കഥ പറയാൻ ആവശ്യപ്പെട്ടു. ഡീനോ അതിനായി പലകുറി ശ്രമിച്ചപ്പോഴൊക്കെ താൻ നിരുത്സാഹപ്പെടുത്തിയ വിവരം മമ്മൂട്ടി തന്നെ പല സന്ദർഭങ്ങളിലും പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്.